മലപ്പുറം ജില്ലയിൽ പ്രതിമകൾക്ക് അപ്രഖ്യാപിത വിലക്ക്. തിരൂരിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള നീക്കം നഗരസഭ തടഞ്ഞുവെന്ന് ശില്പി പറഞ്ഞു. പ്രതിമ വിരോധത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒ വി വിജയനെതിരെയുള്ള നീക്കവുമെന്ന് ആരോപണം. നഗരസഭ വിലക്കിയ എഴുത്തച്ഛന്റെ പ്രതിമ ശില്പിയുടെ വീട്ടിൽ അനാഥമായി കിടക്കുന്നു. തിരൂർ നഗരത്തിൽ സ്ഥാപിക്കേണ്ടിയിരുന്ന മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമയാണിത്. പ്രതിമ ശില്പി രാജൻ അരിയിലൂരിന്റെ വീട്ടിൽ അനാഥമായി കിടക്കുകയാണ്. 2002 തിരൂരിൽ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പോടെയായിരുന്നു പദ്ധതി. പ്രതിമാ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായപ്പോഴാണ് തിരൂർ നഗരസഭ എതിർപ്പുമായി രംഗത്തെത്തിയത്. നഗരസഭയുടെ എതിർപ്പ് മാത്രമായിരുന്നു, വേറെ പുറമെന്നുള്ള എതിർപ്പൊന്നുമില്ല. ഒരു വിഭാഗം ആൾക്കാർക്ക് അത് അങ്ങനെ എഴുത്തച്ഛൻ പ്രതിമ അവിടെ സ്ഥാപിക്കണമെന്നുള്ളൊരു വിയോജിപ്പായിരുന്നു കാരണം. തുടർന്ന് എഴുത്തച്ഛന്റെ പ്രതിമയ്ക്ക് പകരം എഴുത്താണിയും പുസ്തകവും രൂപകൽപ്പന ചെയ്ത് തിരൂർ നഗരത്തിൽ സ്ഥാപിക്കുകയായിരുന്നു. മനുഷ്യരുടെയും മറ്റു ജീവികളുടെയും പ്രതിമ സ്ഥാപിക്കുന്നത് മതവിരുദ്ധമാണെന്ന് ഇസ്ലാം മതത്തിലെ ചില വിഭാഗങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒരു ശില്പം വെക്കാൻ വേണ്ടിയിട്ട് ഒരു കലാകാരൻ ഇത്രത്തോളം വിവിധന്റെ ആയാലും എഴുത്തച്ഛന്റെ ആയാലും വേറൊരു ശില്പം വെക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം പാടുപെടുന്ന ഒരവസ്ഥയാണ്. മലപ്പുറം കോട്ടക്കുന്ന് സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കുമ്പോഴും ഇത്തരം പ്രതിമകൾ നിർമ്മിക്കേണ്ടെന്ന് കലാകാരന്മാർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു. കോട്ടക്കലിൽ ഒ വി വിജയന്റെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ വിലക്കും ആക്രമണവും ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. പ്രതിമ വിരോധികളുടെ അസഹിഷ്ണുത മലയാള ഭാഷാ പിതാവിനെയും വെറുതെ വിടുന്നില്ല. നമ്മുടെ ജനാധിപത്യ സങ്കല്പങ്ങളെ പോലും ചോദ്യം ചെയ്യുന്ന ഈ ധിക്കാരത്തിന് ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു. ഉപേക്ഷിക്കപ്പെട്ട എഴുത്തച്ഛൻ പ്രതിമയ്ക്ക് സമീപത്തു നിന്നും ക്യാമറമാൻ കണ്ണൻ ബി പ്രസംഗനൊപ്പം കെ എം ഷഹീദ്, റിപ്പോർട്ടർ, മലപ്പുറം.